ചൊവ്വ. ഈ പേര് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തെല്ലാം ചിത്രങ്ങളാ വരുന്നതല്ലേ? കഥകളിലും സിനിമകളിലും എന്തിന് നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും ആ ചുവന്ന ഗ്രഹം എപ്പോഴും കൂടെയുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ചുവന്ന അയൽക്കാരൻ നമ്മളെ ഇത്രയധികം ആകർഷിക്കുന്നത്? ശരി, നമുക്ക് ഈ യാത്ര ഒന്ന് തുടങ്ങാം. അപ്പോൾ പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ കാൾ സാഗൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ചൊവ്വ? എന്തുകൊണ്ട് ശനിയെക്കുറിച്ചോ പ്ലൂട്ടോയെക്കുറിച്ചോ അല്ല നമ്മൾ ഇത്രയധികം കഥകൾ മെനഞ്ഞത്? ഉത്തരം വളരെ ലളിതമാണ്. കാരണം ഒറ്റനോട്ടത്തിൽ ചൊവ്വ നമ്മുടെ ഭൂമിയെ വല്ലാതെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രതീക്ഷകളും പേടികളുമൊക്കെ വരച്ചുവെക്കാൻ അതിൽ നല്ലൊരു ക്യാൻവാസ് വേറെ ഇല്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, പണ്ടത്തെ ഒരു ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ പോലും ചൊവ്വ നമ്മളെ അത്ഭുതപ്പെടുത്തി. അതിന്റെ 2 ധ്രുവങ്ങളിലും മഞ്ഞുപാളികൾ കാണാം. വെളുത്ത മേഘങ്ങളിങ്ങനെ ഒഴുകി നടക്കുന്നു. ഇടയ്ക്ക് ഭീമാകാരമായ പൊടിക്കാറ്റുകൾ ആഞ്ഞടിക്കുന്നു. കാലത്തിനനുസരിച്ച് അവിടുത്തെ നിറങ്ങൾ മാറുന്നു. ഇതിനെല്ലാം പുറമെ ഒരു ദിവസത്തിന് ഏകദേശം 24 മണിക്കൂർ ദൈർഘ്യം. നമ്മുടെ ഭൂമിയിലെ പോലെ തന്നെ. അപ്പോൾ പിന്നെ അവിടെ ജീവനുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചുപോയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? കാൾ സാഗൻ പറഞ്ഞത് എത്ര ശരിയാണല്ലേ? നമ്മൾ ചൊവ്വയെക്കുറിച്ച് കണ്ട ഓരോ സ്വപ്നവും ശരിക്കും നമ്മളെ തന്നെ നോക്കുന്ന ഒരു കണ്ണാടിയായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ പേടികളും അതുപോലെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും അതെല്ലാമാണ് നമ്മൾ ആ ചുവന്ന ഗ്രഹത്തിൽ കണ്ടത്. ശരി, നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചൊവ്വയെക്കുറിച്ച് പ്രധാനമായും 2 തരം കാഴ്ചപ്പാടുകളാണുണ്ടായിരുന്നത്. രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത 2 സങ്കല്പങ്ങൾ. ഒരു വശത്ത് H.G. വെൽസിന്റെ വാർ ഓഫ് ദ വേൾഡ്സിലെ പോലെ നമ്മളെ നശിപ്പിക്കാൻ വരുന്ന ഭീകരന്മാരായ അധിനിവേശകൾ. മറുവശത്തോ ജ്യോതിശാസ്ത്രജ്ഞനായ പേഴ്സിവൽ ലോവൽ കണ്ട സ്വപ്നം. അതായത് നശിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ ഗ്രഹത്തെ രക്ഷിക്കാൻ കഷ്ടപ്പെടുന്ന ബുദ്ധിമാന്മാരായ എഞ്ചിനീയർമാർ. ഒന്ന് ഭയത്തിന്റെ പ്രതീകമാണെങ്കിൽ മറ്റൊന്ന് അതിജീവനത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായിരുന്നു. ഈ കനാലുകളുടെ കഥയ്ക്ക് പിന്നിൽ രസകരമായൊരു കാര്യമുണ്ട്. ഒരു ചെറിയ തെറ്റിദ്ധാരണ. 1877-ൽ ജിയോവാനി ഷിയാപ്പറെല്ലി എന്നൊരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ചൊവ്വയുടെ ഉപരിതലത്തിൽ ചില വരകൾ കണ്ടു. അദ്ദേഹം അതിനെ കനാലി എന്ന് വിളിച്ചു. ഇറ്റാലിയൻ ഭാഷയിൽ കനാലി എന്നാൽ വെറും ചാലുകൾ, അത്രയുള്ളൂ. പക്ഷേ അത് ഇംഗ്ലീഷിലേക്ക് കനാൽസ് എന്ന് തർജ്ജമ ചെയ്തപ്പോഴുണ്ടല്ലോ, സംഗതി ആകെ മാറി. കനാൽ എന്ന് കേട്ടാൽ പിന്നെ ആരോ ഉണ്ടാക്കിയതാണെന്നല്ലേ നമ്മൾ കരുതൂ? ആ ഒരൊറ്റ വാക്കിലാണ് എല്ലാം തുടങ്ങിയത്. പേഴ്സിവൽ ലോവലിന് ഇത് വെറുമൊരു സാധ്യതയല്ലായിരുന്നു, അതൊരു സത്യം തന്നെയായിരുന്നു. അദ്ദേഹം തന്റെ ജീവിതവും സമ്പാദ്യവുമെല്ലാം ഇതിനായിട്ടാണ് ചിലവഴിച്ചത്. അരിസോണയിൽ സ്വന്തമായൊരു വാനനിരീക്ഷണ കേന്ദ്രം പണിത് അദ്ദേഹം മണിക്കൂറുകളോളം ചൊവ്വയെ നോക്കിയിരുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്നൊരു ലോകത്തെ രക്ഷിക്കാൻ ധ്രുവങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന ആ പുരാതന ജീവികളെ തനിക്ക് കാണാമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അപ്പോ ഈ കഥകളും ഭാവനയുമൊക്കെ എങ്ങനെയാണ് ശരിക്കുമുള്ള റോക്കറ്റുകളായി മാറിയത്? സയൻസ് ഫിക്ഷൻ എങ്ങനെയാണ് സയൻസ് ഫാക്റ്റായി മാറിയതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണിത്. ഈ കഥകളെല്ലാം വായിച്ച് ആവേശഭരിതനായ ഒരു കുട്ടിയുണ്ടായിരുന്നു, റോബർട്ട് ഗോഡാർഡ്. പിൽക്കാലത്ത് ആധുനിക റോക്കറ്റുകളുടെ പിതാവ് എന്നറിയപ്പെട്ട അതേ ഗോഡാർഡ്. വെൽസിന്റെ അന്യഗ്രഹ ജീവികളും ലോവലിന്റെ എഞ്ചിനീയർമാരുമൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വലിയ സ്വപ്നത്തിന് തിരികൊളുത്തി. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. 1897-ൽ വെൽസിന്റെ പുസ്തകം ഇറങ്ങുന്നു. 2 വർഷം കഴിഞ്ഞ് 17 വയസ്സുള്ള ഗോഡാർഡ് ഒരു ദിവസം തീരുമാനിക്കുന്നു, എനിക്കൊരു യന്ത്രമുണ്ടാക്കണം, ചൊവ്വയിലേക്ക് പോകാൻ. പിന്നെ 1920കളിൽ അദ്ദേഹം റോക്കറ്റ് പരീക്ഷണങ്ങൾ തുടങ്ങി. അങ്ങനെ 1976-ൽ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളുടെ പിൻഗാമിയായി വൈക്കിംഗ് 1 എന്ന പേടകം ചൊവ്വയിലിറങ്ങി. ഒരു 17കാരന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ 80 വർഷം പോലും വേണ്ടിവന്നില്ല. അങ്ങനെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ശേഷം ആ നിമിഷം വന്നെത്തി. നമ്മുടെ പ്രതിനിധികളായി വൈക്കിംഗ് ലാൻഡറുകൾ എന്ന റോബോട്ടിക് പേടകങ്ങൾ ചൊവ്വയുടെ മണ്ണിൽ തൊട്ടു. ഇനിയാണ് സത്യമറിയാൻ പോകുന്നത്. അപ്പോ ആ വലിയ ചോദ്യം വീണ്ടും വരുന്നു. ഇത്രയും കാലത്തെ സ്വപ്നങ്ങൾക്കും കഥകൾക്കുമൊക്കെ ശേഷം എന്തായിരുന്നു അവിടെ ശരിക്കും ഉണ്ടായിരുന്നത്? ലോവൽ പറഞ്ഞതുപോലെ കനാൽ പണിയുന്ന ആളുകളുണ്ടായിരുന്നോ? പക്ഷേ ആ ഉത്തരം പറയുന്നതിന് മുൻപ് ഒരു കാര്യം ഓർക്കണം. പേഴ്സിവൽ ലോവൽ അദ്ദേഹത്തിന്റെ ടെലിസ്കോപ്പിലൂടെ കണ്ടതിനേക്കാൾ 1000 മടങ്ങ്, 1 2 അല്ല 1000 മടങ്ങ് വ്യക്തതയിലും കൃത്യതയിലുമാണ് നമ്മുടെ പേടകങ്ങൾ ചൊവ്വയെ നിരീക്ഷിച്ചത്. ആ പരിശോധനയുടെ ഫലം ഇതായിരുന്നു. ചൊവ്വയിൽ കനാലുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ഒന്നുപോലുമില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ആ നിമിഷം ഇല്ലാതായത്. അപ്പോൾ കാൾ സാഗൻ ചോദിച്ച ആ ചോദ്യത്തിന് വലിയ അർത്ഥമുണ്ടായി, അല്ലേ? ബുദ്ധി ടെലിസ്കോപ്പിന്റെ ഏതു ഭാഗത്തായിരുന്നു എന്ന്. കാരണം ആ കനാലുകൾ ചൊവ്വയിലല്ലായിരുന്നു. അത് കണ്ട ആളുകളുടെ കണ്ണുകളിലും മനസ്സിലുമായിരുന്നു. ഇല്ലാത്ത പാറ്റേണുകൾ ഉണ്ടെന്ന് തോന്നുന്ന നമ്മുടെ തലച്ചോറിന്റെ ഒരു കളി. പകരം വൈക്കിംഗ് പേടകങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് എന്താണെന്നോ?
പാറകൾ നിറഞ്ഞ ഒരു തണുത്ത മരുഭൂമി. നമ്മുടെ അന്തരീക്ഷത്തിന്റെ 1% പോലും കട്ടിയില്ലാത്ത, മിക്കവാറും മുഴുവൻ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ വായു. സൂര്യനിൽ നിന്നുള്ള അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ തടയാൻ ഓസോൺ പാളി പോലുമില്ല. ജീവന്റെ ഒരു ചെറിയ അടയാളം പോലും ഒറ്റനോട്ടത്തിൽ കാണാനില്ലായിരുന്നു. പക്ഷേ കഥ അവിടെ തീർന്നില്ല. സൂക്ഷ്മജീവികളുടെ കാര്യം വന്നപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായി. വൈക്കിംഗ് നടത്തിയ ചില പരീക്ഷണങ്ങളിൽ ജീവനുണ്ടെന്ന് തോന്നിക്കുന്ന ചില സിഗ്നലുകൾ കിട്ടി. മണ്ണിൽ എന്തോ ഒന്ന് പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ മറ്റു ചില പരീക്ഷണങ്ങളിൽ ഒരു സൂചനയും കിട്ടിയില്ല. അപ്പോ ഇത് ജീവൻ തന്നെയാണോ, അതോ ജീവനെപ്പോലെ പെരുമാറുന്ന എന്തെങ്കിലും രാസവസ്തുക്കളാണോ ചൊവ്വയിലെ മണ്ണിലുള്ളത്? ആ ചോദ്യം ഇന്നും ഒരു വലിയ രഹസ്യമായി തുടരുന്നു. അപ്പോ ഒരു സ്വപ്നം അവസാനിച്ചപ്പോൾ അതിലും വലിയൊരു പുതിയ സ്വപ്നം തുടങ്ങുകയായിരുന്നു. ചൊവ്വയെക്കുറിച്ചുള്ള നമ്മുടെ കഥ അവിടെ തീർന്നില്ല. സത്യത്തിൽ അതൊരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു. അവിടെയാണ് ടെറാഫോമിംഗ് എന്നൊരു വലിയ ആശയം വരുന്നത്. അതായത് ചൊവ്വയെ മൊത്തത്തിൽ മാറ്റി മറ്റൊരു ഭൂമിയാക്കി മാറ്റുക. പണ്ട് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ഈ സംഭവം ഇന്ന് ശാസ്ത്രജ്ഞർ കാര്യമായി ചർച്ച ചെയ്യുന്ന ഒരു സാധ്യതയാണ്. അതെങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ച് ചില ഐഡിയകളൊക്കെയുണ്ട്. ഉദാഹരണത്തിന് ചൊവ്വയുടെ ധ്രുവങ്ങളിലെ മഞ്ഞിൽ പ്രത്യേകതരം ചെടികൾ നട്ടുപിടിപ്പിക്കുക. അത് കൂടുതൽ ചൂട് വലിച്ചെടുക്കുമ്പോൾ മഞ്ഞുരുകി വെള്ളവും വാതകങ്ങളും പുറത്തുവരും. പതിയെ പതിയെ അന്തരീക്ഷത്തിന് കട്ടികൂടും. അപ്പോൾ വെള്ളം ദ്രാവക രൂപത്തിൽ തന്നെ നിലനിൽക്കും. പിന്നെ എന്തുവേണം? ആ വെള്ളം ചൊവ്വയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കണം. ഒരു പുതിയ നദീശൃംഖലയുണ്ടാക്കുന്നതുപോലെ. അപ്പോ എന്താണിതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്നറിയാമോ? 100 വർഷം മുൻപ് പേഴ്സിവൽ ലോവൽ തെറ്റിദ്ധരിച്ച് ഭാവനയിൽ കണ്ട അതേ കനാലുകൾ ഒരുപക്ഷെ ചൊവ്വയെ ജീവിക്കാൻ കൊള്ളാവുന്ന ഒരിടമാക്കി മാറ്റാൻ ഭാവിയിൽ നമ്മൾ മനുഷ്യർക്ക് തന്നെ നിർമ്മിക്കേണ്ടി വന്നേക്കാം. അദ്ദേഹത്തിന്റെ ഭാവന ഒരുപക്ഷെ നമ്മുടെ ഭാവിയുടെ ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നിരിക്കാം. ഇത് നമ്മളെക്കാൾ സാഗന്റെ ആഴത്തിലുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് വീണ്ടും എത്തിക്കുന്നു. ചൊവ്വാഗ്രഹക്കാർ കനാൽ നിർമ്മിച്ചു എന്ന ആ പഴയ മിഥ്യാധാരണ ഒരുപക്ഷെ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നിരിക്കാം. കാരണം ഭാവിയിൽ ആരെങ്കിലും ചൊവ്വയിൽ കനാലുകൾ നിർമ്മിക്കുകയാണെങ്കിൽ ആ ചൊവ്വാഗ്രഹക്കാർ നമ്മളല്ലാതെ മറ്റാരുമായിരിക്കില്ല. അപ്പോൾ അവസാനമായി ഈ ഒരു ചോദ്യം ബാക്കിയാവുന്നു. ചൊവ്വാഗ്രഹക്കാർക്കുള്ളതാണെങ്കിൽ ആ ചൊവ്വാഗ്രഹക്കാർ നമ്മൾ മനുഷ്യരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രഹം വിട്ട് ഒന്നിലധികം ഗ്രഹങ്ങളിൽ ജീവിക്കുന്ന ഒരു വർഗമായി മാറാൻ നമ്മൾ ശരിക്കും തയ്യാറാണോ?